വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി വൈറൽ ഫേസ് മാസ്ക് എന്ന് പറയാൻ പറ്റൂല, ഫേസ് ഷീറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. സോ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ അങ്ങനെ ഞാനിവിടെ എഗ് വൈറ്റ്, നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്താലേ എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം നമുക്ക് മതി, മുട്ടയുടെ വെള്ള മാത്രം, ആ യെല്ലോ പോർഷൻ നമുക്ക് വേണ്ട. ഓക്കെ, ഞാനിവിടെ എഗ്ഗിൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കോഫി പൗഡർ. സോ എഗ് വൈറ്റിലോട്ട് നമ്മൾ കുറച്ച് കോഫി പൗഡർ ഒന്ന് എടുക്കാം. സോ ഇങ്ങനെ കുറച്ച് മതി കേട്ടോ. ഞാനിവിടെ കുറച്ച് കോഫി പൗഡർ എഗ് വൈറ്റിലോട്ട് കുറച്ച് കോഫി പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടർമറിക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി, ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആബ്സ് ഗുഡ്നെസ് ആണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഇത്തിരി കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ആബ്സ് ഗുഡ്നെസ്സിൻ്റെ ടർമറിക് പൗഡർ. സോ ഇത് വൈൽഡ് ടർമറിക് പൗഡറാണ്. അപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇംപ്രൂവ് സ്കിൻ കോംപ്ലക്ഷൻ, റിമൂവ്സ് എക്സസ് ഓയിൽ ഫ്രം സ്കിൻ, ഹെൽപ്സ് ട്രീറ്റ് ഡാൻഡ്രഫ്, 100% പ്യുവർ ആൻഡ് നാച്ചുറൽ, കെമിക്കൽ ഫ്രീ, പെസ്റ്റിസൈഡ് ഫ്രീ, പ്രിസർവേറ്റീവ് ഫ്രീ, നോ അനിമൽ ടെസ്റ്റിംഗ്, ക്രിയേറ്റഡ് ഫോർ ഓൾ സ്കിൻ ആൻഡ് ഹെയർ ടൈപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ കോഫി പൗഡർ ഞാൻ കുറേ അധികം നാളായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു പ്രോഡക്റ്റ്. സോ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ ടർമറിക് പൗഡർ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് ഇത്തിരി നല്ല ചേഞ്ചസ് ഒക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മഞ്ഞളുണ്ടല്ലോ, അതാണ് ടു ബി ദ ബെസ്റ്റ് എല്ലാത്തിനെക്കാളും. പക്ഷേ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ വൈൽഡ് ടർമറിക് പൗഡർ. സോ ഇത് കെമിക്കൽ ഫ്രീ ആണ് എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ നമുക്ക് ബ്ലെമിഷസും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാനിവിടെ എടുക്കുന്നത് എഗ് വൈറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കോഫി പൗഡർ നമ്മൾ ആഡ് ചെയ്തു. ദെൻ നമ്മളിനി ചേർക്കാൻ പോകുന്നത് ടർമറിക് പൗഡർ. സോ കുറച്ച് മതി. സോ കുറച്ച് ടർമറിക് പൗഡറും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ അതിന് ശേഷം ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ട്, ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ബ്രഷ് വെച്ചിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എടുത്തിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ടാൻ അടിച്ച് എൻ്റെ ഫേസ് ഇരിക്കുവാണ്, ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണിച്ചു തരാം. സോ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആസ് യു ക്യാൻ സീ. സോ നമുക്കിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. സോ ഈ ഫേസ് പാക്ക് ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ, ഈ ഫേസ് പാക്ക് നിങ്ങൾ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, ദെൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഫേസിൽ. അതിനുശേഷം ഇതിൻ്റെ പുറത്തൂടെ ഒന്നുകൂടെ ഒന്ന് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കീപ്പ് അവേ ഫ്രം മൗത്ത്, എനിക്ക് പ്രോബ്ലം ആയിട്ടാണ്. ഓക്കെ, സോ അതുമാതിരി തന്നെ നമ്മൾ ഇപ്പുറത്തും വെച്ച് കൊടുത്തു. ദെൻ നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെയും ലൈക്ക്വൈസ് നമ്മൾ ആ കോഫി പൗഡറിൻ്റെ. സോ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇപ്പുറത്തും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ലെയർ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു, ദെൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടുത്ത ലെയർ ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്തൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ,
Okay, it is absolutely good. So yeah. സോ അങ്ങനെ ഫേസ് ഫുൾ ഞാനൊന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ, ഫൈനലി ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തു. ഇനി നമുക്കൊരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉണങ്ങും. ഉണങ്ങുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ ജസ്റ്റ് ലൈക്ക് നമ്മുടെ എന്താ പറയുക പീൽ ഓഫ് മാസ്ക് ഒക്കെ പീൽ ചെയ്യുമ്പോൾ നമുക്കിത് ഈ ടിഷ്യൂ പേപ്പർ പീൽ ചെയ്തെടുക്കാം. ആ വണ്ണം നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഉണങ്ങും. നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ഫേസിൽ നിന്ന് ഇത് പീൽ ഓഫ് മാസ്ക് പീൽ ചെയ്യുന്നത് പോലെ പീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ അതിൻ്റേതായിട്ട് ഡിഫറൻസ് അറിയാൻ പറ്റും. ലൈക്ക് നമ്മുടെ ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു സ്മോൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒപ്പം റിമൂവ് ചെയ്യും. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു ഓൾറെഡി. നമുക്ക് ഫേസിലെ സൺ ടാനൊക്കെ റിമൂവ് ചെയ്ത് നല്ലൊരു ഗ്ലോയും വൈറ്റനിങ്ങും ബ്രൈറ്റനിങ്ങും തരും. അതോടൊപ്പം ഈ പറയുന്ന ക്ലീനപ്പിൻ്റെ ഒരു എഫക്റ്റാണ് ഇത് തരുന്നത്. ലൈക്ക് നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ക്ലീനപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സെയിം എഫക്റ്റാണ് നമുക്ക് ഈ ഒരു പാക്ക് തരുന്നത്. ലൈക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്മോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഇത് റിമൂവ് ചെയ്ത് ഫേസ് ഒന്ന് ഫ്രഷ് ആക്കാനും ഒപ്പം സൺ ടാനൊക്കെ മാറി ഫേസ് ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കിയിട്ട് ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് മാസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്കൊരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അന്നേരം ഈ ഒരു ഫേസ് മാസ്ക് വളരെയധികം ആയിട്ട് ഡ്രൈ ആവും. അപ്പോഴത്തേക്കും നമുക്കിത് പീൽ ഓഫ് മാസ്ക് ഒക്കെ നമ്മൾ പീൽ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതൊന്ന് പീലാക്കി എടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ്. എനിക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. എനിക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ട്. സോ നമുക്കിനി ഇതൊന്ന് പീൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്തിരി പാടാണ്. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം കഷ്ടപ്പാടുണ്ട്. സോ ലൈവായിട്ട് നിങ്ങൾ റിസൾട്ട് കണ്ടോളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലിരുന്ന് തന്നെ ഞാനിത് റിമൂവ് ചെയ്യുന്നത്. സോ എനിക്ക് ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. കാരണം സ്കിന്നിൽ നിന്ന് ആ വിട്ട് വരുമ്പോഴുള്ള വേദന ഐ കാൻ ബിയർ. സോ യാ, ഇനി നോസിൽ കുറച്ചധികം ഉണങ്ങിപ്പോയി. ഞാനിനി മറ്റൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴപ്പമില്ല. സോ റിസൾട്ടാണ്. ഞാൻ ഒരു തരത്തിലുള്ള ഹൈഡിങ് ഇവിടെ നടത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാം, ഫ്രം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരേക്കും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സോ ആസ് യു ക്യാൻ സീ സോ എൻ്റെ മുഖത്തുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഫേസിൽ വന്നൊരു വ്യത്യാസം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ആ ഒരു വിസിബിളായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫേസിലുള്ള ആ ഒരു ഡൾനെസ്സും സൺ ടാനൊക്കെ റിമൂവായി ഫേസിനപ്പായിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് യൂസ് ആക്കി നോക്കുക. സോ നിങ്ങൾക്ക് എന്നും യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. സോ വീക്ക്ലി ട്വൈസ് എങ്കിലും നിങ്ങളിത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുക. സോ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഇത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസറും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങാം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നവരേക്കും ടാറ്റാ.